കാലത്ത് തന്നെ ഈ യാത്ര ക്ഷേത്രത്തിലോട്ടാണ്. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കഞ്ചിക്കോടുള്ള മലബാർ ഹോട്ടലിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ പൊറോട്ടപ്പന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോൾ പോകുമ്പോഴും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകാറ്. നെയ്റോസിൻ്റെ വലുപ്പം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്നത്തെ എൻ്റെ ഡയറ്റ് കട്ടാണെന്ന്. പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നപ്പോഴാണ് ഈ ഒരു കായ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഉറുമ്പിൻ്റെ ഫേസൊക്കെ മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന ഒരു രൂപമായിരുന്നു കേട്ടോ ഈ കായ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ കായെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു 10 മണിയായ സമയത്ത് നമ്മൾ ക്ഷേത്രത്തിലെത്തി. ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ നൈറ്റ് ആയതുകൊണ്ട് ആളുകളൊക്കെ കുറച്ച് കുറവായിരുന്നു കേട്ടോ. ബട്ട് രാത്രി സമയത്തൊന്നും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയും തിരക്കുണ്ടാവും കേട്ടോ. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഈ വിറകുകുള്ളികളൊക്കെ ചന്ദനവും കുങ്കുമവും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. രാത്രിയിലെ കനലാട്ടത്തിനുള്ള വിറകുകളാണ് കേട്ടോ ഇതൊക്കെ. ഒരു 10-10:30 ആവുന്ന സമയത്താണ് കനലാട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ദീർഘചതുരത്തിൽ മണ്ണ് വെട്ടിയെടുത്ത് അതിൽ ചാണകം മെഴുകിയിട്ടാട്ടോ വിറകുകളൊക്കെ അട്ടിക്കട്ടിക്ക് വെക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവങ്ങളിൽ ചെണ്ടയാണ് ഉണ്ടാവാറ്. ബട്ട് ഇവിടെ ഒരു ബാൻഡ് പോലത്തെ സാധനം കേട്ടോ ഇവർ കൊട്ടുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ പൂജയ്ക്ക് ശേഷമാണ് കേട്ടോ ഈ വിറകിലോട്ട് തീ കൊളുത്താൻ പോകുന്നത്. തീ കൊളുത്ത സമയത്ത് ഇതിൻ്റെ വിറകിന് മേലെ നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. മിന്നൂസിനെ കണ്ട സമയത്ത് ജാൻവി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, കുറേ ദിവസമായി അവളെ ചിറ്റനെ കണ്ടിട്ട്. അവളെ ചിറ്റനെ കണ്ട സമയത്ത് പിന്നെ എന്നെയും വേണ്ട, വേറെ ആരെയും വേണ്ടാത്തൊരവസ്ഥയായിരുന്നു. ആ ചിരി കണ്ടാൽ തന്നെ അറിയാം അവൾ എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത്. എൻ്റെ അടുത്ത് മമ്മ ഗോ എന്നാട്ടോ പറഞ്ഞത്. പിന്നെ എൻ്റെ അടുത്ത് അവൾ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പെറ്റമ്മ ഞാനാണെങ്കിലും പോറ്റമ്മയുടെ അടുത്താട്ടോ അവൾക്ക് ഭയങ്കര സ്നേഹം. കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ്. കഴിക്കാനായിട്ട് ഇവിടെ തൈര് സാധമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നൊന്നര ചൂടായിരുന്നു ഗൈസ്. അങ്ങനെ ചൂട് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. കുറച്ച് നേരത്തെ റെസ്റ്റിനൊക്കെ ശേഷം രാത്രി ഒരു 10 മണി ആയതോടെ തന്നെ നമ്മൾ കനലാട്ടം കാണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ കനലാട്ടം ഉണ്ടെങ്കിലും ഒരു തമിഴ് കൾച്ചറിലെ കനലാട്ടം ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അങ്ങനെ കുറേ ദിവസങ്ങളുടെ വ്രതത്തിനൊക്കെ ശേഷം ഇവർ അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറാവുകയാണ്. കനലിൽ ചാടുന്നവരാണെങ്കിൽ പൊള്ളുന്നതൊക്കെ എനിക്കായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ ഒട്ടും സമയം കഴിഞ്ഞില്ല, നേരെ വീട്ടിലോട്ട് ഇറങ്ങി.